ഹലോ ഗൈസ്, ഇന്ന് നമ്മൾക്ക് മൂന്നാം പഞ്ചവത്സര പദ്ധതിയെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഈ ഒരു വീഡിയോ മുഴുവനായി കണ്ടാൽ മൂന്നാം പഞ്ചവത്സര പദ്ധതി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. 1961 മുതൽ 66 വരെയുള്ള കാലഘട്ടത്തിലാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കപ്പെട്ടത്. ഇന്ദിരാഗാന്ധി ആദ്യമായി അധ്യക്ഷ പദവി വഹിച്ച പഞ്ചവത്സര പദ്ധതിയാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതി. സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത, ഇന്ത്യയിൽ ഭക്ഷ്യസുരക്ഷയും വ്യവസായ സ്വാശ്രയത്വവും നേടുക എന്നീ ലക്ഷ്യത്തോടെയാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതി ആവിഷ്കരിച്ചത്. ജോൺ ഡാൻസി ആൻഡ് ചക്രവർത്തി മോഡൽ എന്നുകൂടി ഈ ഒരു പദ്ധതി അറിയപ്പെടുന്നു. 1962 ഇന്ത്യ ചൈന യുദ്ധവും 1965 ഇന്ത്യ പാക് യുദ്ധവും അതോടൊപ്പം തന്നെ കടുത്ത വരൾച്ചയും കാരണം ലക്ഷ്യമിട്ടിരുന്ന വളർച്ച നേടാൻ ഈ പദ്ധതിക്ക് കഴിഞ്ഞില്ല. 5.6% വളർച്ച പ്രതീക്ഷിച്ചിരുന്ന ഈ പദ്ധതിയിലൂടെ നേടാനായത് 2.4% വളർച്ച മാത്രമാണ്. മൂന്നാം പഞ്ചവത്സര പദ്ധതിക്കാലത്ത് നടപ്പിലാക്കപ്പെട്ട പ്രധാന പ്രവർത്തനങ്ങളിലൊന്നാണ് 1961 NCERT രൂപീകരണം. അതോടൊപ്പം 1964 ജൂലൈ 14 കോത്തരി കമ്മീഷൻ നിലവിൽ വന്നു. ഈ ഒരു കാലയളവിലാണ്, അതായത് 1966 ജനുവരി 10 ഇന്ത്യ പാക് യുദ്ധം അവസാനിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി താഷ്കണ്ട് കരാർ ഒപ്പുവെച്ചത്. 1965 നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡും സ്ഥാപിതമായി. ഇന്ത്യയിലെ ആദ്യ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച സമയത്തെ പഞ്ചവത്സര പദ്ധതിയാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതി. മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിൽ ജവഹർലാൽ നെഹ്റു, ഗുൽസാരിലാൽ നന്ദ, ലാൽ ബഹദൂർ ശാസ്ത്രി, ഇന്ദിരാഗാന്ധി എന്നിങ്ങനെ 4 പ്രധാനമന്ത്രിമാർ ഭരണം ഏറ്റെടുത്തു. ഇത് ഓർമ്മിച്ചു വെക്കാനുള്ള എളുപ്പമാർഗമെന്ന് പറയുന്നത് ലാൽ ഗുൽ എന്നും ഇന്ദിരാഗാന്ധിയെയും ജവഹർലാൽ നെഹ്റുവിനെയും അച്ഛൻ മകൾ എന്നും ഓർമ്മിച്ചു വെക്കുക. സംസ്ഥാന വൈദ്യുത ബോർഡുകളും സംസ്ഥാന സെക്കൻഡറി വിദ്യാഭ്യാസ ബോർഡുകളും സംസ്ഥാന ഗതാഗത കോർപ്പറേഷനുകളും രൂപീകരിച്ചത് ഇക്കാലയളവിലാണ്. കൂടാതെ ഇക്കാലയളവിൽ പ്രാദേശിക റോഡ് നിർമ്മാണം സംസ്ഥാനത്തിൻ്റെ ഉത്തരവാദിത്തമായി മാറി. മൂന്നാം പഞ്ചവത്സര പദ്ധതിക്ക് ശേഷമുള്ള മറ്റൊരു പ്രധാനപ്പെട്ട സംഭവമാണ് പ്ലാൻ ഹോളിഡേ. 1966 മുതൽ 1969 വരെയുള്ള 3 വർഷ കാലഘട്ടത്തെയാണ് പ്ലാൻ ഹോളിഡേ എന്നറിയപ്പെടുന്നത്. ഈ കാലയളവിൽ 3 വാർഷിക പദ്ധതികളാണ് നടപ്പിലാക്കിയത്. ഇന്ദിരാഗാന്ധിയായിരുന്നു ഈ കാലയളവിലെ പ്രധാനമന്ത്രി. 1965 അതായത് മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവിലാണ് ഇന്ത്യയിൽ ഹരിത വിപ്ലവം അഥവാ ഗ്രീൻ റവല്യൂഷന് തുടക്കം കുറിച്ചത്. സി സുബ്രഹ്മണ്യൻ ആയിരുന്നു ആ കാലഘട്ടത്തിലെ കൃഷിമന്ത്രി.